നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് കണ്ടതെങ്കിൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നഗരമായ കൊച്ചിയിലെ ഒരു ഡെവലപ്മെൻ്റ് ആണ്. നമുക്കറിയാം, കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമാണ്. അതായത് എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ കൊച്ചി എന്ന് പറയുന്നത്. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ വാണിജ്യവും അതുപോലെ തന്നെ കൊച്ചിയിലെ തുറമുഖം വലിയൊരു ഡെവലപ്മെൻ്റൽ ഏരിയ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വിഴിഞ്ഞം കൂടി വരുമ്പോൾ കേരളത്തിന് കുറച്ചുകൂടെ ഒരു മാറ്റ് കൊണ്ടുവരും. അതുമാത്രമല്ല, വിഴിഞ്ഞം ഒരു മദർഷിപ്പ് പോർട്ടാണ്. അതുകൂടെ നമ്മൾ ഇതോടൊപ്പം കാണേണ്ടതുണ്ട്. ഇനി കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി എന്ന് പറയുന്നത് വളരെയധികം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി തന്നെയാണ്. അവിടെ ആൾറെഡി ഒരു എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു തുറമുഖമുണ്ട്. അതിന് പുറമെ ഇപ്പോൾ കൊച്ചി ഒരു കപ്പൽ നിർമ്മാണത്തിൻ്റെ മേഖലയിൽ വൻ കുതിപ്പാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡ്. അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. ആ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമുക്ക് ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും നമ്മൾ ഇപ്പോൾ കപ്പൽ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അറിയാൻ സാധിക്കുന്നത് യൂറോപ്പിൽ നിന്ന് മറ്റൊരു പുതിയ ഓർഡർ കൂടി നമുക്ക് ലഭിച്ചു എന്നതാണ്. ഈ ഓർഡറിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഇതൊരു വെറുമൊരു കപ്പലല്ല, ഇതൊരു ഹൈബ്രിഡ് കപ്പലാണ്. അതും നമ്മുടെ കടലിൻ്റെ നടുക്ക് ഈ കപ്പൽ കൊണ്ട് നിർത്തിയാൽ അതിൽ നിന്ന് കാറ്റിലൂടെ വൈദ്യുതി നമുക്കുണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ യുണീക്കായിട്ടൊരു കപ്പൽ നമ്മൾ അധികമൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു കപ്പൽ, അങ്ങനെ ഒരു കപ്പലാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ കപ്പൽശാല നിർമ്മിക്കാനായി പോകുന്നത്. ഇത് ഏത് തരത്തിലുള്ള കപ്പലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് ഓപ്പറേഷണൽ വെസൽ, അതായത് SOV ഇനത്തിൽപ്പെട്ട കപ്പലാണ് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ഓർഡർ ലഭിച്ച ഈ ഒരു കപ്പൽ. ഇനി നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു $1 മില്യൺ ചോദ്യമുണ്ട് എപ്പോഴും, ഇതിൻ്റെ കോസ്റ്റ് എന്താണ്? ഈ കപ്പൽ എത്ര കോടി രൂപയ്ക്കാണ് ഇത് നമുക്ക് പണിയാനായിട്ട് ടെൻഡർ നൽകിയിട്ടുള്ളത്? ഏകദേശം 500 കോടി രൂപയ്ക്കാണ് ഈ കപ്പൽ നിർമ്മിക്കാൻ ഇപ്പോൾ പോകുന്നത്. ഇതിൻ്റെ പുറമെ മറ്റൊരു കപ്പൽ കൂടി നിർമ്മിക്കാനുള്ള വ്യവസ്ഥയും ഇപ്പോഴുണ്ട്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന് ഒരു ഹൈബ്രിഡ് കപ്പലാണ്. ഇതിൽ ഡീസലും അതുപോലെ തന്നെ ഇലക്ട്രിക്, അതായത് നമ്മുടെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ബസ്സില്ലേ, അതേപോലെ നമുക്ക് ഈ കപ്പൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വരുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ലോകമെമ്പാടും ചർച്ചാ വിഷയമെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ലോകത്ത് പൊല്യൂഷൻ കുറയ്ക്കാം. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർബൺ എമിഷൻസൊക്കെ വളരെയധികം കൂടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് ഇത് വലിയൊരു ചർച്ചയാവാറില്ല. ഇവിടെ മറ്റു പലതുമാണ് ചർച്ചയാവുന്നത്. അത് മതമാകാം, അത് മറ്റു പലതുമാകാം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ കാടും പുഴയും മലയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നാളെ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഇത് പലരും മനസ്സിലാക്കില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡെങ്കിലും ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പരിസ്ഥിതിക്കൊന്നും അധികം കോട്ടം വരാത്ത രീതിയിലുള്ള ഒരു കപ്പൽ തന്നെയാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് വീണ്ടും അഭിമാനിക്കാം. നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു നേട്ടം തന്നെയാണ് ഈ ഒരു കപ്പൽ നിർമ്മാണശാലയും ഇപ്പോൾ കപ്പൽ നിർമ്മാണശാല പോയിക്കൊണ്ടിരിക്കുന്ന പാതയും. ഇനി ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തത് നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാർഡ് എസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ഹൈബ്രിഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ 1300 EKW ഡീസൽ ജനറേറ്ററും ഈ കപ്പലിന് കരുത്ത് പകരുന്നുണ്ട്. ഇതിന് പുറമെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇത് ആദ്യമായിട്ടാണോ യൂറോപ്പിലേക്ക് നമ്മൾ കപ്പൽ നിർമ്മിച്ച് നൽകുന്നു എന്നതാണ്. തീർച്ചയായുമല്ല. ഇതിനോടം തന്നെ ഏകദേശം 50ഓളം കപ്പലുകൾ ഇവിടെ നിന്നും നിർമ്മിച്ച് നൽകിക്കഴിഞ്ഞു. അത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ നോർവേ, ഡെൻമാർക്ക്, അമേരിക്ക, ജർമ്മനി, നെതർലാൻഡ്സ്, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയവയിലെല്ലാം സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് നമ്മൾ. ജർമ്മനിയിലേക്ക് ഏകദേശം 8ഓളം വെസലിൻ്റെ ആ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് നമ്മൾ ഏകദേശം 8 വെസലുകളാണ് ജർമ്മനിക്ക് ഇപ്പോൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ
എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഷിപ്പ് നൽകാനായിട്ട് തരുന്നത്? നമുക്കറിയാം യൂറോപ്പിൽ ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വലിയൊരു വ്യവസായം തന്നെയാണ്. പക്ഷേ ഈ ചെറുകിട കപ്പലുകൾ അതുപോലെ തന്നെ വലിയ കപ്പലുകളായിരുന്നാൽ തന്നെ നമുക്ക് ചീപ്പായിട്ട് യൂറോപ്പിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ കപ്പൽ നിർമ്മാണ രംഗത്ത് ഇപ്പോൾ വളരെയധികം ടെക്നോളജി എല്ലാം സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ഐക്കൺ ഓഫ് ദ സീസ് ഒന്നും ഉണ്ടാക്കാനുള്ള ടെക്നിക്കൽ എബിലിറ്റി വന്നുവോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും നമ്മൾ ആ ഒരു പാതയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഡൗൺ ദ ലൈൻ ഒരു 10 years കഴിയുമ്പോഴത്തേക്കും നമ്മൾ അമ്മാതിരി ഒരു കപ്പലും ഇവിടെ നിർമ്മിച്ച് കൂടായിക ഇല്ല. ഇതിന് പുറമെ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിസൈൽസ് വെക്കാനും അങ്ങനെയുള്ള കപ്പലുകളെല്ലാം നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാണിജ്യ ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ഓഫ് ഷോർ ഡ്രില്ലിങ്ങിനൊക്കെ ഉള്ള കപ്പലുകളെല്ലാം ഇവിടെ നിന്നും ഇപ്പോൾ നിർമ്മിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നിർമ്മിക്കാനുള്ള ഓർഡറും ഇനി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ഈ കപ്പൽശാലയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒട്ടനവധി ഓർഡറുകൾ ലോകമെമ്പാടും നിന്നും നമ്മുടെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നമ്മളെ ലോക മാപ്പിൽ തന്നെ, അതായത് നേരത്തെ നമ്മൾ പല വീഡിയോസിലും നമ്മുടെ വിഴിഞ്ഞം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പോർട്ട് അടയാളപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ഈ ഷിപ്പ്യാർഡും ലോക മാപ്പിൽ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ വന്ന് തിരുവനന്തപുരം കൊച്ചി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ആരോഗ്യപരമായിട്ടുള്ള കുറേ കമൻസൊക്കെ നമ്മളെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകുന്നതാണ്. ബ്ലണ്ടറുകൾ വിളിച്ച് അവിടെ പറയരുത്. പക്ഷേ നിങ്ങൾക്ക് പോയിൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതെന്ത് വന്നാലും ഡൗൺ ദ ലൈൻ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പ്രൊജക്റ്റാണ്. ഈ 2 സ്ഥലങ്ങളും കേരളത്തിലുള്ളതാണ്. സർവോപരി ഇത് ഇന്ത്യയിലുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന ഏത് വികസനവും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ 2 നഗരങ്ങളും തമ്മിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള മത്സരം ഇനി ഭാവിയിൽ വന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം വരുന്നത്. അപ്പോൾ എല്ലാവരും അത് കണ്ടുകൊണ്ട് അടികൂടുക. പോയിൻറ്റ്സ് തീർച്ചയായിട്ടും പോയിൻറ്റുകൾ ആർക്ക് വേണമെങ്കിലും നല്ല രീതിയിൽ നല്ല ഭാഷയിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം വരുന്നവരെ ഞാൻ ഷിബു സലിയ, എന്നോടൊപ്പം പ്രേണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.